പിതാവ് ധീരുഭായ് അംബാനി പടുത്തുയർത്തിയ വ്യവസായ സാമ്രാജ്യം മക്കളായ മുകേഷ് അംബാനിയും അനിൽ അംബാനിയും തമ്മിൽ പങ്കിട്ടെടുത്ത് സ്വത്തുക്കൾ ഭാഗം വെച്ച് പിരിയുമ്പോൾ ഒരു വൻ ബിസിനസ് സാമ്രാജ്യത്തിന്റെ സ്വത്തുക്കൾ ഒറ്റയടിക്ക് പകുതിയായി മാറി. പിന്നീട് അങ്ങോട്ട് ലോകം കണ്ടത് അനുജനെ നോക്കി നിർത്തി എല്ലാം വെട്ടിപ്പിടിച്ച് മുന്നേറുന്ന ജ്യേഷ്ഠന്റെ വ്യവസായ തന്ത്രങ്ങളായിരുന്നു. മുകേഷ് അംബാനി എന്ന വ്യവസായ ഭീമന് മുന്നിൽ ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ വ്യവസായ നയങ്ങൾ പോലും വഴിമാറുന്ന അവസ്ഥയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ഫോബ്സ് പട്ടിക പ്രകാരം അതിസമ്പന്നരുടെ പട്ടികയിൽ ഈ ഇന്ത്യൻ വ്യവസായി വൻ കുതിപ്പാണ് നടത്തിയിരിക്കുന്നത്. ഫോബ്സിന്റെ ലോകത്തിലെ സമ്പന്നരുടെ പട്ടികയിൽ മുകേഷ് അംബാനി 13ാം സ്ഥാനത്താണ്. അധികം വൈകാതെ അംബാനി ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന പദവി സ്വന്തമാക്കിയാൽ അതിലാരും അത്ഭുതപ്പെടേണ്ടതില്ല. അതിവേഗമാണ് മുകേഷ് സർവ്വതും വെട്ടിപ്പിടിച്ച് കുതിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 6 സ്ഥാനം മുകളിലേക്ക് കയറിയാണ് അംബാനി ഈ സ്ഥാനത്തെത്തുന്നത്. ആമസോൺ സ്ഥാപകനും ചെയർമാനുമായ ജെഫ് ബെസോസ് ആണ് പട്ടികയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ആമസോൺ സ്ഥാപകൻ ബെസോസ് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയാണ്. 2ഉം 3ഉം സ്ഥാനത്തുള്ള ബിൽ ഗേറ്റ്സ്, വാറൻ ബഫറ്റ് എന്നിവരുടെ ആസ്തി ഒരു വർഷം കൊണ്ട് $19 ബില്യൺ ആണ്. ഇപ്പോൾ $131 ബില്യൺ അദ്ദേഹത്തിന്. 2018-ൽ അംബാനി 19ാം സ്ഥാനത്തായിരുന്നു. സമ്പത്ത് $40.1 ബില്യൺ ആയിരുന്നു. 2019-ൽ 13ാം സ്ഥാനത്തേക്ക് ഉയരുമ്പോൾ അത് $50 കോടി വർദ്ധിച്ചു. 4G ഫോൺ സേവന ജിയോ വിക്ഷേപണത്തോടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടെലികോം കമ്പനിയായി റിലയൻസ് മാറി. ജിയോ സൗജന്യ ആഭ്യന്തര വോയിസ് കോളുകൾ വാഗ്ദാനം ചെയ്ത് 280 ദശലക്ഷം ഉപഭോക്താക്കളിൽ ഒപ്പുവച്ചു. കുറഞ്ഞ നിരക്കിൽ കൂടുതൽ ഡാറ്റ സേവനങ്ങൾ ലഭ്യമാക്കി. ഫോബ്സിന്റെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും 106 കോടീശ്വരന്മാരിൽ മുന്നിട്ട് നിന്നത് അംബാനിയാണ്. വിപ്രോ ചെയർമാൻ അസിം പ്രേംജിയുടെ ആസ്തി $22.6 ബില്യൺ ആണ്. ടെക്നോളജി മേധാവി HCLന്റെ സ്ഥാപകനായ ശിവ് നാടാർ 82ാം റാങ്കും ആൻസിലർ മിത്തലിന്റെ ചെയർമാനും സിഇഒയുമായ ലക്ഷ്മി മിത്തലാണ് ലോകത്തിലെ ഏറ്റവും മികച്ച കോടീശ്വരന്മാരിൽ 91ാം റാങ്കിങ്ങിലുള്ളത്. 2017-ൽ ഫോബ്സിന്റെ പട്ടികയിൽ അംബാനി 33ാം സ്ഥാനത്തായിരുന്നു. അവിടെ നിന്നും തുടർച്ചയായി അദ്ദേഹം കുതിക്കുകയായിരുന്നു. ലോകത്തെ അതിസമ്പന്നരുടെ 1ഉം 2ഉം സ്ഥാനത്തുള്ളത് 2 ഓൺലൈൻ വ്യവസായികളാണ്. ഈ രംഗത്തേക്ക് മുകേഷ് അംബാനി ചുവടുവെച്ചു കഴിഞ്ഞു. ഇന്ത്യ തന്നെയാകും ഏറ്റവും വലിയ മാർക്കറ്റും. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അദ്ദേഹം അതിസമ്പന്നരുടെ പട്ടികയിൽ 1ാമതെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ഓൺലൈൻ വ്യാപാര രംഗത്തേക്ക് ചുവടുവെക്കുന്നത് ഗുജറാത്തിലാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആദ്യം അവതരിപ്പിക്കുക. ഗുജറാത്തിലെ 12 ലക്ഷത്തോളം വരുന്ന ചെറുകിട വ്യാപാരികളെ ചേർത്തുകൊണ്ടായിരിക്കും റിലയൻസിന്റെ ഇ-കൊമേഴ്സ് ചുവടുവയ്പ്. ടെലികോം സംരംഭമായ ജിയോ, റീറ്റെയിൽ സംരംഭമായ റിലയൻസ് റീറ്റെയിൽ എന്നിവയുടെ പിന്തുണയോടെയാകും ഇത്. ജിയോയ്ക്ക് രാജ്യത്തൊട്ടാകെ 28 കോടി വരിക്കാരുണ്ട്. റിലയൻസ് റീറ്റെയിലിനാകട്ടെ 6500ഓളം പട്ടണങ്ങളിലായി ഏതാണ്ട് 10,000 സ്റ്റോറുകളുമുണ്ട്. ജിയോയുടെ ആപ്പിലൂടെയും ഡിവൈസിലൂടെയും ചെറുകിട വ്യാപാരികളെ ബന്ധിപ്പിച്ച് അവർക്ക് കൂടുതൽ വരുമാന സാധ്യത ഒരുക്കിയാകും ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം അവതരിപ്പിക്കുക. വൈബ്രന്റ് ഗുജറാത്ത് നിക്ഷേപക സംഗമത്തിലാണ് മുകേഷ് അംബാനി തന്റെ ഇ-കൊമേഴ്സ് സ്വപ്നങ്ങൾ പങ്കുവച്ചത്. ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിവയ്ക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നതാകും റിലയൻസിന്റെ ഇ-കൊമേഴ്സ് അരങ്ങേറ്റം എന്നതും ഉറപ്പാണ്. കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മുകേഷ് അംബാനിയുടെ പണം വെച്ച് ഇന്ത്യൻ സർക്കാരിന് 20 ദിവസം പ്രവർത്തിക്കാനാകും. ഇന്ത്യയിലെ അതിസമ്പന്നൻ എന്നതിൽ ഉപരിയായി ജീവകാരുണ്യ രംഗത്ത് മുന്നിലാണ് മുകേഷ് അംബാനി. ന്യൂസ് ഡെസ്ക് മറുനാടൻ TV.